ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഡൽഹി സ്ഫോടനം കഴിഞ്ഞ ശേഷം പല സംസ്ഥാനങ്ങൾക്കും അവരുടെ ആ സംസ്ഥാനങ്ങളുടെ അപ്പോഴുള്ള സാഹചര്യം അനുസരിച്ച് അവിടെയുള്ള പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആസാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിമന്ത് ബിശ്വ ശർമ്മ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നത്. ഈ സ്ഫോടനം നടന്ന ശേഷം ഈ സ്ഫോടനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ തൂക്കിപ്പിറക്കിയിട്ട് അവിടെ ജയിലിനകത്താക്കുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടു. അവരെ വലിയ രീതിയിൽ ഇനി ആരെങ്കിലും ഈ സ്ഫോടനത്തെ സപ്പോർട്ട് ചെയ്താൽ, തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടാൽ, കേരളത്തിൽ നിരന്തരം കാണുന്ന ഒരു കലാരൂപമാണ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഒരു ചാനൽ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഇനി ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ ഉത്തർപ്രദേശിൽ കുറച്ചുകൂടെ ഇതെല്ലാം കേന്ദ്രം നിർദ്ദേശിക്കുന്ന നടപടികളാണ് കേട്ടോ. ഉത്തർപ്രദേശിൽ യോഗി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. ഹിമന്ത ബിശ്വ ശർമ്മ സ്ട്രിക്റ്റ് ആണെങ്കിൽ യോഗി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. അദ്ദേഹം ഈ ഡൽഹി സ്ഫോടനത്തിന് ശേഷം അവിടെയുള്ള മുസ്ലിം പള്ളികൾ ടാർഗറ്റ് ചെയ്ത് അവർക്കൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ യോഗി സർക്കാർ വലിയ ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് അറിയുന്നു. കാരണം യോഗിയും ഉത്തർപ്രദേശിലും എന്തെങ്കിലും ഒരു ചെറിയ ഒരു സംഭവം നടക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള ആൾക്കാർ. ഉത്തർപ്രദേശിലെ ആഗ്രയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങൾ, ഇവിടെയുള്ള പള്ളികളിൽ താമസിക്കുന്ന പുറത്തു നിന്നുള്ള വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് അധികൃതർ പള്ളികൾക്ക് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ബിജുചേട്ടനോട് ചോദിക്കുന്നത്, ഈ പള്ളികളിൽ ആൾക്കാർ താമസിക്കുമോ, പുറത്തു നിന്ന് വന്ന് താമസിക്കുമോ? നമ്മുടെ നാട്ടിലും അങ്ങനെ പള്ളികളിൽ പുറത്തു നിന്ന് ആൾക്കാർ വന്നാൽ താമസിക്കാനായിട്ട് പറ്റുമോ? ഈ പള്ളി എന്ന് പറയുന്നത് ഒരു ആരാധനാലയമല്ലേ? ഇപ്പോൾ എനിക്കറിയില്ല, നമ്മുടെ അമ്പലങ്ങളിൽ ആരെങ്കിലും താമസിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മേൽശാന്തി വല്ലതും അവിടെ കിടന്നുറങ്ങുമെന്ന് എനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ പള്ളിയിൽ എന്താണ് ഈ ആൾക്കാർ താമസിക്കുന്നത്? ചേട്ടാ അവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് അറിയാമായിരിക്കുമോ ഈ പള്ളികളിൽ അവിടെ പുറത്തുനിന്ന് ആൾക്കാർ എങ്ങനെയാണ് വന്ന് താമസിക്കുന്നത്? ഇപ്പൊ അങ്ങനെ താമസിക്കുന്ന ആൾക്കാരുടെ കണക്കെടുക്കാനും അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യാനുമാണ് യോഗി സർക്കാർ ഇപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ വിഷയം? മനുഷ്യ ഒരിക്കലും പൊളിറ്റിക്സ് ആയാലും മതപരമായാലും കേരളവുമായിട്ട് മറ്റുള്ള സ്ഥലങ്ങൾ താരതമ്യം ചെയ്യരുത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കുഴപ്പം. മധ്യപ്രദേശത്തുള്ള പ്രധാന പ്രശ്നം അതാണ്. ഈ നോർത്ത് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ഈ മുസ്ലിം എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും ഉള്ളത് ഈ ദിയോബന്ദ് പോലെയുള്ള, നമ്മൾ കണ്ടില്ലേ മുത്തക്കിയൊക്കെ വന്നപ്പോൾ ദിയോബന്ദ് യൂണിവേഴ്സിറ്റി, അത് ഭയങ്കര ഫേമസ് യൂണിവേഴ്സിറ്റിയാണ്. അത് കണക്കുള്ള യൂണിവേഴ്സിറ്റികൾ ഈ പള്ളി ചേർത്ത്, ഈ പള്ളി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മുടെ നാട്ടിലേക്ക് കാണാൻ നിസ്കരിക്കുന്ന പള്ളിയാണ്. അപ്പൊ സ്വാഭാവികമായി ആർക്കും തോന്നും നമ്മുടെ ആൾക്കാർ താമസിക്കുമെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. അത് ഈ പള്ളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. പള്ളികളോട് ചേർന്ന് തന്നെയാണ് മദ്രസകൾ. പക്ഷെ ഇവിടുത്തെ മദ്രസകളും മദ്രസകളിൽ പുറത്തുനിന്നുള്ള ആളുകൾ മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ മദ്രസകളിലുണ്ട്. അപ്പം ഇതിനകത്ത് ഈ പഠനത്തിന് വേണ്ടിയിട്ട് ബംഗ്ലാദേശിൽ നിന്നും മറ്റുമൊക്കെ ഒരുപാട് മുസ്ലിംസ് ഈ പഠന കേന്ദ്രങ്ങളിലെത്തും. ഇവരുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. നമ്മുടെ മദനിക്കൊക്കെ സർട്ടിഫിക്കറ്റ് ഇട്ടില്ല, മദനി അബ്ദുൾ നസർ മദനി. അപ്പൊ ആ മദനി എന്നുള്ള സർട്ടിഫിക്കറ്റ്, അപ്പൊ അതിനൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവർക്കിടയിലുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ മുസ്ലിം പണ്ഡിതനാകുക, ഇല്ലെങ്കിൽ അതിന് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലില്ല ഇതുവരെ. അപ്പം ഇവര് ഇന്നടത്ത് പഠിക്കുക, പിന്നെ അതിന്റെ ഹയർ എഡ്യൂക്കേഷൻസ്, PG, അതെല്ലാം ഇതിൽ തന്നെ ഉള്ളതാണ്, അവരുടെ മതപരമായി തന്നെ. അതെല്ലാം വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ പാകിസ്ഥാനിലൊക്കെ മസ്ജിദ് തകർത്ത് എല്ലാവരും ധരിക്കുന്നത് വെച്ചാൽ പള്ളി തകർന്നു. പക്ഷെ പള്ളിയല്ല തകർക്കുന്നത്. ഇപ്പം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഒരു ഹോസ്റ്റൽ സംവിധാനമുണ്ട്. പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടം മാത്രമാണ്. അതിനോട് അനുബന്ധിച്ച് തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. അവർക്ക് തങ്ങാനുള്ള ഹോസ്റ്റലുണ്ട്. ഈ കുറച്ചു നാൾക്ക് മുമ്പ് ഹിമാചൽ പ്രദേശിൽ വലിയ ഇഷ്യൂ നടന്നായിരുന്നു. പള്ളിയുടെ മുകളിൽ 3-4 നില പണിതതിനെതിരെ വലിയ പ്രക്ഷോഭം നടന്നിട്ട് അത് പൊളിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അത് പൊളിച്ചു. കോൺഗ്രസ് സർക്കാരാണ് ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത്. അപ്പൊ ഇവിടത്തേക്ക് നമ്മുടെ രാജ്യത്ത് മുൻപ് ഈ മതപ്രഭാഷണം, അത് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഒക്കെ ഈ മതപ്രഭാഷണം നടത്തുന്നവർക്ക് ഫ്രീ ആയിട്ട്, മീൻസ് വളരെ എളുപ്പത്തിൽ വന്നു പോകാൻ കഴിയുമായിരുന്നു. വിസ നമ്മൾ അലോഡ് ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ക്രിസ്ത്യൻ ആൾക്കാർ, പുറത്തുനിന്ന് വരുന്ന സാഹിബും ആൾക്കാരും ഒക്കെ വന്നിട്ട് മതപ്രഭാഷണം നടത്തുമായിരുന്നു അവിടെ. ഇതിൽ വന്ന് ഇവ പറ്റില്ല, വലിയ പാടാ. പറ്റും, ഇപ്പോഴും മതപ്രഭാഷണം നടത്താൻ അനുവദിക്കാറുണ്ട്. പക്ഷെ അത് ഒരുപാട് നൂലാമല, അതുകൊണ്ട് ഇപ്പം ആരും വരാറില്ല. അപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് പേര് വരും. അവർ ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഇതിന് തമ്പടിക്കുന്ന ഇടങ്ങൾ. അതുകൊണ്ടാണ് ആസാമിൽ കുറച്ചാൾക്ക് മുമ്പ് നിയമം കൊണ്ടുവന്നത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാല് തദ്ദേശീയരായ മുസ്ലിങ്ങൾ ഈ നിയമത്തിനെല്ലാം അനുകൂലമാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരൊന്നുമല്ല. ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഒരു ഉസ്താദോ മൗലവിയോ ഒക്കെ ഒരു ഹിറ്റായി മാറുകയും ആ തദ്ദേശ പ്രദേശത്തുള്ള ഉസ്താദും ഒന്നും അല്ലാതായി മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ബംഗ്ലാദേശിൽ, വെസ്റ്റ് ബംഗാളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പം ഇവിടെ വലിയ രീതിയിൽ തന്നെ ഈ ദിയോബന്ദ് യൂണിവേഴ്സിറ്റിയിലൊക്കെ 10,3500 പേരുണ്ട് അവിടെ. അതിനകത്ത് ആരൊക്കെ ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. എല്ലാ യൂണിവേഴ്സിറ്റികളും ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലും ഉണ്ടാകാം അന്വേഷിച്ചു കഴിഞ്ഞാൽ. കാരണം വിദ്യാഭ്യാസത്തിനായിട്ടാണ് പല രാജ്യങ്ങളിൽ നിന്നും വരുന്നത്. പല രാജ്യങ്ങൾ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ നിന്നും വരും ഇന്നടത്തെ വിദ്യാഭ്യാസം. ഇപ്പൊ നമ്മൾ തന്നെ
ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ പോകാറില്ലേ. അപ്പം എന്ന് പറഞ്ഞു നമുക്ക് അവർക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് അവരിപ്പോ ഏകീകൃതമല്ലല്ലോ, ഇതെല്ലാം ഓരോ സലഫിസമുണ്ട്, പിന്നെ മുജാഹിദിനുകളുണ്ട്, സുന്നികളുണ്ട്, ഷിയകളുണ്ട്, അങ്ങനെ അനവധി വേരിയേഷൻസും ഇല്ലെങ്കിൽ അനവധി ബ്രാഞ്ചുകൾ എല്ലാത്തിലും ഉണ്ട്. അവരുടെയൊക്കെ സിസ്റ്റങ്ങളും വേറെ. ഈ ആട് മേയ്ക്കാൻ പോയൊരു വിഭാഗം കണ്ടില്ലേ, അവർ വേറൊരു ആചാരക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആട് മേയ്ക്കൽ സമ്പ്രദായം വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതെ. ഞാനത് ട്രോളായിട്ടേ അപ്പം കണ്ടിട്ടുള്ളൂ, ആട് മേയ്ക്കാൻ പോയെന്നുള്ളത്. അല്ലല്ലല്ല, അത് അതിൽ ഇപ്പൊ ഈ പിന്നെ മലയാറ്റൂർ പള്ളിയിൽ ഞാൻ ഇതുമായിട്ട് താരതമ്യം ചെയ്യുന്നില്ല, പ്രേക്ഷകർക്കും തെറ്റിദ്ധരിക്കരുത്. ഈ കുരിശ് ചുവന്നു പോകും. ശബരിമലയിലൊക്കെ നമ്മൾ 41 ദിവസം വ്രതം എടുത്ത് ചെരുപ്പിടാതെ പോകും. അങ്ങനെ ഓരോ സിസ്റ്റങ്ങളുണ്ടല്ലോ, അതൊന്നും വ്രതം എടുക്കാതെ പോകുന്നുണ്ട്. പക്ഷെ ഇവരുടെ അങ്ങനല്ല. ഇവരുടെ ഈ ദൈവത്തിന്റെ ആരാധന രീതിയിൽ സ്വയം പീഡിപ്പിച്ച് ഷിയകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്നു, ഇപ്പോഴത് ഇല്ല എന്നേ ഉള്ളൂ. നമ്മുടെ ദേഹത്തിൽ ചാട്ട കൊണ്ട് അടിച്ച് ബ്ലഡ് വരുത്തുക, വാളുകൊണ്ട് തലയ്ക്ക് വെട്ടുക, ഇതൊക്കെ ഉണ്ട് അവർക്ക്. ഇപ്പൊ അത് ഷിയകളാണ്. അതിനൊരു ദിവസമുണ്ട് എല്ലാ വർഷവും. ഈ പ്രവാചകന്റെ എന്തോ കല്ലെറിഞ്ഞ് ഓടിച്ചതുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തോ ഈ അവരുടെ ഈ ഖുറാനുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സാധനം, എനിക്കത് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഈ കാക്കാഴം പള്ളി പോലെയുള്ള പള്ളികളിലും പല പള്ളികളിലും ഇങ്ങനെ ചന്ദനക്കുടമൊക്കെ നടത്തുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള അവർ ഈ ചാട്ടയ്ക്ക് സ്വയം പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, സ്വയം ഇതൊരു ഭക്തിയാണല്ലോ സ്വയം. അതാണ് ഞാൻ ശബരിമല വിഷയവും ഈ മലയാറ്റൂർ പള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞത്. സ്വയം പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ട് മോക്ഷത്തിന്റെ വഴിയിലേക്ക് പോവുകയാണല്ലോ. അത് വലിയ മരക്കുരിശൊക്കെ ചുമന്നിട്ട് ആ സ്വയം പീഡനവും ആ സ്വയം വേദനയും അനുഭവിച്ചുകൊണ്ട് ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തുന്ന, ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം, യോഗ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ യോഗ എത്രത്തോളം വ്യത്യസ്തമാണ്. എന്നാൽ എല്ലാം ഒന്നാണ്, പക്ഷെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരും നമ്മളെ ടീച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇതിനും ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ആടുമേക്കൽ എന്നുള്ളത് കൊള്ളത് തന്നെയാണ്. അവരുടെ ആ രീതി അങ്ങനെ, അതായത് എങ്ങനെയാണോ പ്രവാചകൻ ജീവിച്ചത് അതേപോലെ വളരാരണ്യത്തിലും മറ്റുമൊക്കെ ആടുമേച്ചും കൃഷി ചെയ്തുമൊക്കെ തങ്ങളുടെ ലൈഫ് മോക്ഷത്തിലേക്ക് ഇല്ലെങ്കിൽ എന്താ പറയുന്നത് ദൈവ വഴിയിലേക്ക് കയറ്റിവിടുന്നു. അതാണ് അതിന്റെ രീതി. അത് മതപരമായ ഒരു കാര്യമാണ്, അതൊന്നും നമുക്കറിയില്ല, അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ധാരാളം പേര് പുറത്തുനിന്നും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് വന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ അവരാണ് ഏറ്റവും കൂടുതൽ. പാകിസ്ഥാനികൾ എന്തായാലും കാണാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് പാകിസ്ഥാനികൾ ഒരിക്കലും വരില്ല, കാരണം അവർക്ക് സേഫ് അല്ല. അപ്പോൾ ബംഗ്ലാദേശികൾ വലിയ രീതിയിൽ തന്നെ വരാറുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഈ ബംഗ്ലാദേശികളുടെ മറവിൽ പാകിസ്ഥാനികളും വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ബംഗ്ലാദേശിൽ ഇപ്പൊ ടെറർ ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് അവരുടെ താവളമാക്കിയിരിക്കുന്ന ഒരു സ്ഥിതിയിൽ. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെയുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ കഴിഞ്ഞ വർഷം ഒരു നിയമം അവിടെ പാസ്സാക്കി. അതായത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, അതായത് ഈ മതപ്രഭാഷകനോ ഇല്ല മൗലവിയോ ഇല്ല ഉസ്താദോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഒപ്പം തന്നെ അടുത്തുള്ള മസ്ജിദ് എന്ന് പറയുമ്പോൾ ആസാം സർക്കാർ ഉദ്ദേശിക്കുന്ന മസ്ജിദ്, ആസാം സർക്കാരിൻ നാട്ടിലെ തദ്ദേശീയമായ മസ്ജിദ് ഉണ്ടല്ലോ, ആ മസ്ജിദ്, അത് ഇല്ലീഗൽ മസ്ജിദുകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം UP ആണ്, ഉത്തരാഖണ്ഡാണ്, ബീഹാറാണ് ഇല്ലീഗൽ ആയിട്ടുള്ളത്. ഇത് അവിടെയുള്ള തദ്ദേശീയരായ മുസ്ലിങ്ങളുടെ മസ്ജിദുമായിട്ട് ഇതിന് ബന്ധങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ളവർ വന്നാൽ ഇൻഫോം ചെയ്യണം. ഇതിനെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്ത് അവിടുത്തെ മുസ്ലിം മതപണ്ഡിതന്മാരാണ്. അവർ പറഞ്ഞത് വേണ്ടതാണ് ഈ നിയമം. കാരണം ഇങ്ങനെയുള്ള അനധികൃതക്കാരെ, കാരണം അവരെ സംബന്ധിച്ച് അവരുടെ കഞ്ഞിപ്പാട്ടിട്ടുള്ളതാണ് ഇവർ വരുന്നത്. നിമിഷ നേരം കൊണ്ട് വലിയ പള്ളിയാകുന്നു, ഇവരിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ. കാരണം ആ വരുന്നവരുടെ ലക്ഷ്യം തീവ്രവാദമാണ്, അല്ലാതെ പിന്നെന്താണ് മതം വളർത്തുക എന്നുള്ളതല്ല. അതിനുള്ള ഇത് വരുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാ പള്ളികളിലും ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റ് എടുക്കാൻ പോകുന്നത്. അത് എല്ലാ സംസ്ഥാനത്തും അങ്ങനെ ഒരു സർക്കുലർ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും എല്ലാ സംസ്ഥാനത്തും ഈ സർക്കുലർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കേരളമൊക്കെ ഇപ്പൊ ഇലക്ഷനൊക്കെ നടക്കുന്നത് രഹസ്യമായിട്ടായിരിക്കും ഇതിന്റെ ഒരു കണക്കെടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരസ്യമായിട്ട് എടുക്കാൻ സാധ്യതയില്ല, കാരണം നമ്മൾ മതേതരമായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പൊ ഇലക്ഷനും എടുത്തു, തദ്ദേശം വന്നപ്പോ നിയമസഭയും കൂടെ വന്നു. പക്ഷെ കൊടുത്തത് വാർത്തയായിരുന്നുള്ളൂ. എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുത്തിട്ടുണ്ടാകും. അത് സംസ്ഥാനത്തിന്റെ ഒരു സെക്യൂരിറ്റി പ്രോബ്ലം കൂടിയാണത്.